എന്നിട്ട് അല്ലാഹു told വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് അവസാനം വരെ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും ഓരോ മനുഷ്യകുട്ടിയും ആ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടാനുണ്ട്. അത് ഏതെങ്കിലും ഒരു മഹാസമ്മേളനമല്ല, ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ സംഘടനയുടെയോ ഏതെങ്കിലും ഒരു പങ്കടത്തിന്റെയോ ഒരു സമ്മേളനമല്ല. എല്ലാ കോടാന കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭ. മനുഷ്യരിൽ ഒരാളെയും വിട്ടുപോകാത്ത ഒരു മഹ്ശറാവൻ സഭ. സഹോദരങ്ങളെ, ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ദുആ ആണ് പെരുപ്പിക്കേണ്ടത്. നമ്മുടെ മുത്തുമുഅ്മിനീങ്ങളായ സഹോദരങ്ങളായ ഫലസ്തീനിലെ ഗസയിൽ പട്ടിണി കിടന്നുകൊണ്ട് പിടഞ്ഞ് മരക്കുന്ന പിഞ്ചോമന മക്കളെ കാണാനോ ആ രംഗം കേൾക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മുടെ മനസ്സതിന് അനുവദിക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അവരും മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്തു തൗഹീദിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചതിന്റെ പേരിലാണ്, വേറെ ഒരൊറ്റൊരു പേരിലുമല്ല അവരവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ പെങ്ങളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽപ്പെട്ട ഒരു അംഗങ്ങളെ പോലെ ഈമാനികമായ ബന്ധത്തിന്റെ പേരിൽ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൽയാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതേ ഓരോ മുഅ്മിനീങ്ങളും പരസ്പരം ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടത്തിന്റെ മതിൽ ഓരോ കല്ലും സപ്പോർട്ടായി ഇങ്ങനെ ഉയർന്നു നിന്നാൽ മാത്രമേ ആ കെട്ടിടം അതിന്റെ മേൽപ്പുര നിലനിൽക്കുകയുള്ളൂ. എങ്കിൽ മുഅ്മിനീങ്ങൾ അതേ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, അതിന്റെ ഓരോ കല്ലും അതിന്റെ മേൽ വരുന്ന ഓരോ കൽകഷ്ണങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു, ഊക്ക് കൊടുക്കുന്നു. എങ്കിൽ ഓരോ മുഅ്മിനീങ്ങളും ലോകത്തുള്ള കോടാനകോടി മുഅ്മിനീങ്ങൾ പരസ്പരം ഈമാനിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ വിഷയത്തിൽ അവരെല്ലാവരും ഒന്നാണ്. ഒരു ബിൽഡിങ്ങിന്റെ കെട്ടിടം പോലെയാണ്, ഒരു മതിൽ പോലെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല വേറെയും കാണാം, ഒരു ശരീരം പോലെയാണ് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും. കാരണം എന്തേ? നമ്മുടെ ശരീരത്തിന്റെ കയ്യിന്റെ വിരൽ കൊടിക്കൊരു വേദന സംഭവിച്ചാൽ, അല്ലെങ്കിൽ കാലിന്റെ ചെറുക്കം വരിൽ എന്തെങ്കിലും വേദന സംഭവിച്ചാൽ, അത് കഠിനമായാൽ അതിന്റെ വേദന കൊണ്ട് ശരീരമാസകലം വേദനിക്കുന്നു. പക്ഷേ വേദന കൊണ്ട് പനിക്കുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് ഫലസ്തീനിലല്ലേ, ഗസയിലാണെങ്കിലും ഗസയുടെ മുഅ്മിനീങ്ങൾ, അവിടുത്തെ പിഞ്ചോമന മക്കൾ, വിശ്വാസികൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അതേ ശത്രുക്കളുടെ കിങ്കരന്മാരുടെ കറുത്ത കരങ്ങൾക്ക്, പീഡനങ്ങൾക്ക് വിധേയമായി അവിടെ അതേ മരണപ്പെടുന്നുവെങ്കിൽ അതിന്റെ വേദന ഈ പറയുന്ന എന്റെ മനസ്സിൽ വേണം. മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങളെ മനസ്സിൽ വേണം. ആ ഫലസ്തീനിലെ ഗസയിലെ ആ പാവപ്പെട്ട പീഡിതരായ മുഅ്മിനീങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കൾക്കെതിരെ ഞങ്ങൾ ആയുധം പ്രയോഗിക്കണം. ആയുധം പ്രയോഗിക്കണം. എന്താണ് ആയുധം? വാളല്ല, പരിചയല്ല, കുന്തമല്ല, ബോംബല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളുടെ ആയുധം എന്ന് പരിചയപ്പെടുത്തിയ ഒരു ആയുധമുണ്ട്. ആ ആയുധത്തിന്റെ മുമ്പിൽ അതേ പരിചയം വാളും കുന്തവും ബോംബും പീരങ്കിയും ഒന്നും കണക്കല്ല. എന്താണ് ആയുധം? ഒരു മുഅ്മിനിന്റെ
ദുആയുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബിനോട് മനസ്സ് തിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരിട്ടിച്ച് ദുആരക്കുന്ന പ്രാർത്ഥന, അതൊരു പക്ഷേ കൂട്ടത്തിലായിക്കൊള്ളണമെന്നില്ല, അത് ആണുങ്ങൾ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോ മക്കളും പ്രായമുള്ളവരും ഒറ്റക്കിരുന്നാണെങ്കിലും ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആരക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്റെ സ്വന്തം നഫ്സിനോടും മുത്തുമുഅ്മിനീങ്ങളായ നിങ്ങളോടും പറയുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഭക്ഷണങ്ങളുണ്ട്, കുടിക്കാൻ പാനീയങ്ങളുണ്ട്, നമ്മുടെ കല്യാണങ്ങളും മറ്റുള്ള സദസ്സുകളും മറ്റുള്ള എല്ലാ വിരുന്നുകളും എല്ലാം റാഹത്തിൽ കഴിയുകയാണ്. ഭക്ഷണത്തിനൊരു കുറവുമില്ല. നമ്മുടെ ഉമ്മാമമാർ ഉപ്പാപ്പമാർ വിശ്വാസികളായിരുന്നു, അല്ലാഹുവിനെ വിശ്വസിച്ചവരാണ്. പക്ഷേ അവരിൽ പലരും വിശന്നവരുണ്ട്, പട്ടിണി ഉണ്ടിരുന്നവരുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ട്, പട്ടിണി കൊണ്ട് മരണപ്പെട്ടവർ വരെ നമ്മുടെ അതേ 2-3 തലമാറികൾക്ക് മുമ്പ് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരെ പോലെയുള്ള ഈമാനില്ലാത്ത നമ്മളെ റബ്ബ് പരീക്ഷിച്ചില്ല ഇതുവരെ. നമുക്ക് വേണ്ടത്ര ഭക്ഷണം തന്നോ, മക്കൾക്കും തന്നോ, ഡ്രസ് തന്നോ, എല്ലാ സൗകര്യങ്ങളും റബ്ബ് നമുക്ക് തന്നു. പക്ഷേ റബ്ബിന്റെ പരീക്ഷണമാണ്, റബ്ബിന്റെ പരീക്ഷണമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സലാമത്താക്കുമാറാവട്ടെ. നല്ല മജ്‌ലിസ് പള്ളിയിൽ വരുമ്പോ ആ മജ്‌ലിസിൽ വന്നെത്തുക, ജമാഅത്തിന് കഴിവിന്റെ പരമാവധി വന്നെത്തുക. ഹദ്ദാദ് റാത്തീബ് എന്നുള്ള ഒരു മജ്‌ലിസ് ഉണ്ട്, ഖുർആനാണ് അതിലോതുന്നത്. അതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളാണ് ചൊല്ലുന്നത്. അതിൽ അതേ ഖുർആനിന്റെ വളരെ മർമ്മപ്രധാനപ്പെട്ട ഓരോ സൂറത്തുകളും ആയത്തുകളുമാണ് ഓതുന്നത്. മാത്രമല്ല ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ അതിലുണ്ട്. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ വസറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. അല്ലാഹ് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും അല്ലാഹ് മുഅ്മിനീങ്ങളുടെ എല്ലാ കാര്യവും നീ നന്നാക്കണം അല്ലാഹ്. അവരുടെ ജീവിതം നീ നന്നാക്കണം അല്ലാഹ്. അവർക്ക് നീ സുരക്ഷിതം നൽകണം അല്ലാഹ്. അവർക്ക് നീ രക്ഷ നൽകണം അല്ലാഹ്. വസറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. അല്ലാഹ് ഇവിടെ ഇടങ്ങേറാക്കുന്ന മുഅ്മിനീങ്ങളുടെ ജീവിതത്തിന് അതെ വേദന നൽകുന്ന, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി അതേ നഷ്ടം വരുത്തുന്ന ഏതൊക്കെ കിങ്കരന്മാരുണ്ട്, ശത്രുക്കളുണ്ടോ, അവരെ ഒക്കെയും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തണം അല്ലാഹ്. ഇതിനുള്ള ദുആകളാണ് ഹദ്ദാദിലുള്ളത്. അത് കുറച്ച് അഭ്യാസം മാറുമ്പോൾ നിങ്ങൾ മാത്രം ആരും വിചാരിച്ചോട്ടെ. പള്ളിയിൽ സൗകര്യം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിർബന്ധമായും നിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ട് പെൺമക്കളെ കൊണ്ട് ആ ഹദ്ദാദിന്റെ ഖുറാസ് ഉണ്ടാകും. ആ ദിക്റുകൾ, ഖുർആനുകൾ, സ്വലാത്തുകൾ, ദുആകൾ അത് നിങ്ങൾ ചൊല്ലണം. അത് വലിയൊരു കാവലാണ്. എന്നിട്ട് ആ ഫലസ്തീൻ ഗസയിലെ പാവപ്പെട്ട നമ്മുടെ മുഅ്മിനീങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഭക്ഷണമില്ലവർ മണ്ണെടുത്ത് തിന്നുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ വീഡിയോകൾ കാണാനോ അത് സഹിക്കാനോ പാവികളായ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, വേദനിക്കുകയാണ്. പക്ഷേ നമുക്കൊരു വലിയ ഒരു ആയുധം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആയുധം കൊണ്ട് വേണ്ടതുപോലെ പ്രയോഗിച്ചാൽ ഇവിടെ ഇസ്രായേലിയരുടെ ബോംബുകളെയും അവരുടെ ശക്തികളെയും അവരുടെ ഏതൊക്കെ ആയുധത്തിന്റെ പ്രയോഗങ്ങളുണ്ടോ അതിനെ ഒക്കെയും നശിപ്പിക്കാനും അവരെ ഇരുത്തേണ്ടത് തിരുത്താനും നമ്മുടെ ദുആ കൊണ്ട് സാധിക്കും. അതാണ് റസൂലുള്ള പ്രയോഗിച്ചത് തന്നെ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ, അവിടെ എടുത്തു പറഞ്ഞിൽ തന്നെ മുഅ്മിൻ, വിശ്വാസം വേണം ആദ്യം. മുഅ്മിനായ മനുഷ്യന്റെ ആയുധായിത്തിക്കുന്നത്, ആ ആയുധായിത്തിക്കൽ ബദറിന്റെ രണാങ്കളത്തിലേക്ക് പോകുമ്പോ ആൾബലമില്ല. സുബ്ഹാനല്ലാഹ്, നോമ്പ് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ബദരീങ്ങൾ. വെറും 313 കാണാൻ ശക്തിയില്ല, ബോഡിയില്ല,
ജിമ്മില്ല, സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ഭക്ഷണമില്ലാതെ വിഷം തട്ടിയ വയറോട് കൂടിയാണ് പാവപ്പെട്ട അതേ പാവികളായ ബദരീങ്ങൾ, മെലിഞ്ഞവരാണ് ബദറിന്റെ രണാങ്കളത്തിൽ പോകുന്നത്. പക്ഷേ ഈമാൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു ദുആ ഉണ്ടായിരുന്നു യജമാനനായ റബ്ബിനോട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് വലിയ ഒരു രക്ഷ കൊടുത്തു. ഏതുമാവട്ടെ പറഞ്ഞു വന്നത് ദുആ ചെയ്യുക റബ്ബിനോട്, മനസ്സുരുകി കൊണ്ട് പ്രാർത്ഥിക്കുക. അത് കൂട്ടത്തിലാവട്ടെ ഒറ്റക്കാവട്ടെ, അതെ ഏത് സമയത്തിലും റബ്ബിലേക്കൊന്ന് കൈനീട്ടി, റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിഞ്ഞ് സങ്കടം പറയാൻ, വിശപ്പ് പറയാൻ, വിഷമം പറയാൻ, അതേ പ്രയാസം പറയാൻ, റബ്ബിലേക്ക് മനസ്സ് തിരിയാൻ നമ്മളെ കൊണ്ട് ഒരു അല്പസമയമെങ്കിലും കണ്ടെത്തണം. റബ്ബിലേക്ക് കൽബ് തിരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബ് കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിലേക്ക് അടുക്കുന്നവർ, എന്നിലേക്ക് ചോദിക്കുന്നവർ ആരുണ്ട്? ആ അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴൊക്കെയും റബ്ബ് ദുആക്ക് ഉത്തരം ചെയ്യാൻ അല്ലാഹു സന്നദ്ധനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.